നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂതകാലത്തിൻ്റെ രൂപങ്ങൾ കണ്ടു, ക്രിയാപദത്തിൻ്റെ. പിന്നെ അത് കുറച്ച് ഉദാഹരണങ്ങൾ കഥയിലൂടെ നമുക്ക് നോക്കാം. ഈ കഥ നമ്മുടെ ഹിൻസറിൻ്റെ ഒരു ആചാര്യ, ശ്രീദേവി എന്നാണ് ആ ചേച്ചിയുടെ പേര്, ആ ചേച്ചി എഴുതിയ ഒരു കഥയാണ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഭൂതകാലം വരണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് ഈ എടുക്കാൻ പറ്റുള്ളൂ. ആ സിമ്പിളായിട്ടുള്ള കഥ, എല്ലാവരും കേട്ടിട്ടുള്ള കഥ തന്നെയാണ്. എന്താണ് കഥയുടെ വിഷയം? വൃദ്ധ വാനരാഹ ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔർ, ആൻഡ് കൂടെ ഒരു വൃദ്ധനും ഉണ്ട്, വാനരന്മാരും ഉണ്ട്. വാനരന്മാർ, വാനരഹ വാനരാഹ. അപ്പം നമുക്ക് നോക്കാം. ഏകഹ വൃദ്ധ ആസീത്, ആസീത് ഉണ്ടായിരുന്നു. നമ്മൾ അസ്ഥി എന്ന് നമ്മൾ കണ്ടുവല്ലോ, ഉണ്ട്. ഈ അസ്ഥി എന്ന പദത്തിൻ്റെ ഏകവചനം ഭൂതകാലാണ്, ആസീത്. ഏകഹ വൃദ്ധ, ഒരു വൃദ്ധൻ. അസ്ഥി സ്തഹ സന്തി നമ്മൾ കണ്ടുവല്ലോ, അപ്പോൾ അസ്ഥിയുടെ ഭൂതകാലാണ് ആസീത്. അപ്പോൾ ഏകഹ വൃദ്ധ ആസീത്, ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു. സഹ, സഹ സർവനാമം, അവൻ, ആര്? ആ വൃദ്ധൻ. ക്ഷുധിത അഭവത്, അഭവത് കണ്ടോ, അഭവത്. അഭവത് ഭവിച്ചു, എന്ത് ഭവിച്ചു? ക്ഷുധിത. എന്താണ് ക്ഷുധിത? വിശപ്പ്, വിശപ്പ്, ഹംഗ്രി ആയി ഭവിച്ചു, അതായത് വിശപ്പുള്ളവനായി ഭവിച്ചു, വിശപ്പ് വന്നു, അത്രയേ ഉള്ളൂ. സഹ ക്ഷുധിത അഭവത്. സമീപേ ഏകഃ ആമ്രവൃക്ഷ ആസീത്. സമീപേ, സമീപത്തിൽ, സപ്തമി, സമീപത്തിൽ. ഏകഃ ആമ്രവൃക്ഷ, ഒരു ആമ്രവൃക്ഷം, മാവ്. ആസീത്, ഉണ്ടായിരുന്നു, ആസീത് ഉണ്ടായിരുന്നു. വൃദ്ധ ആമ്രവൃക്ഷസ്യ സമീപം അഗച്ഛത്. വൃദ്ധ, ആ വൃദ്ധൻ, ആമ്രവൃക്ഷസ്യ, ആ മാങ്ങ മരത്തിൻ്റെ, വൃക്ഷസ്യ, വൃക്ഷത്തിൻ്റെ, സമീപം, സമീപത്തേക്ക്, അഗച്ഛത് പോയി. അഗച്ഛത്. അഗച്ഛത് പോയി. ആ വരാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞില്ലേ, ആ വരാണെങ്കിൽ ഈ ക്രിയാപദത്തിൻ്റെ തുടക്കത്തിൽ ഒരു ആ വരാണെങ്കിൽ പൊതുവേ അത് ഭൂതകാലമാണ്. വൃക്ഷേ ബഹൂനി ഫലാനി അപശ്യത്. വൃക്ഷേ, വൃക്ഷത്തിൽ, ബഹൂനി ഫലാനി, ഫലാനി, ഫലം, ഫലേ ഫലാനി, ഫലങ്ങൾ. എത്ര? ഒന്നല്ല രണ്ടല്ല, ബഹൂനി, ഒരുപാട് പഴങ്ങൾ കണ്ടു. പശ്യതി എന്ന ധാതു, അതിൻ്റെ ഭൂതകാലം പശ്യതി. അപശ്യത്, അപശ്യത്. സഹ അചിന്തയത്, സഹ അവൻ, അചിന്തയത് ചിന്തിച്ചു, അചിന്തയത്. ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? പിന്നെ ഈ ചിന്തിച്ചത് വർത്തമാന കാലത്തിലാണ് പറയാൻ പോകുന്നത്. അഹം വൃദ്ധ, ഞാൻ വൃദ്ധൻ. മമ ശരീരേ ശക്തി നാസ്തി. മമ എന്ന പദം നമ്മൾ കണ്ടു. മമ എൻ്റെ, ശരീരേ ശരീരത്തിൽ, ശക്തി നാസ്തി, ശക്തി ന അസ്തി ഇല്ല. വൃക്ഷ ഉന്നത അസ്തി. വൃക്ഷം ഉന്നത എന്ന നമ്മൾ പദം കണ്ടുവല്ലോ. വൃക്ഷം ഉന്നത, നല്ല വലിപ്പം ഉള്ളത്, അസ്തി ആണ്. കഥം ഉപരി ഗച്ഛാമി. കഥം എങ്ങനെ. കഥം നമ്മൾ പ്രശ്നവാചക ശബ്ദങ്ങളിൽ കഥം നമ്മൾ കണ്ടു. എങ്ങനെ? കഥം ഉപരി മുകളിൽ, ഗച്ഛാമി, ഗച്ഛാമി വർത്തമാനകാലം, ചിന്തിക്കുകയാണല്ലോ, അതുകൊണ്ട് ഗച്ഛാമി, എങ്ങനെ മുകളിലേക്ക് പോകും? മുകളിൽ പോയാലല്ലേ എനിക്ക് പഴം കിട്ടുകയുള്ളൂ. കഥം ഫലം പ്രാപ്നോമി. കഥം എങ്ങനെ, ഫലം പ്രാപ്നോമി, കിട്ടും. അഹം പ്രാപ്നോമി, എനിക്ക് ഫലം എങ്ങനെ കിട്ടും? ഇതി എന്ന്.
ഇങ്ങനെ ചിന്തിക്കുകയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതി എന്ന് വിട്ട് കഴിഞ്ഞാൽ ഓ ഈ പ്രകാരം ഇന്ന രീതിയിൽ ചിന്തിച്ചു. വൃക്ഷസ്യ ഉപരി വാനരാഹ ആസൻ. വൃക്ഷസ്യ വൃക്ഷത്തിൻ്റെ ഉപരി മുകളില് വാനരാഹ ആസൻ ആസീത് നമ്മൾ കണ്ടുവല്ലോ. അസ്തി ഒന്നാണെങ്കിൽ അസ്തി ബാലഹ അസ്തി ബാലകൗ സ്തഹ ബാലകാഹ സന്തി. അതുപോലെ ബാലകഹ ആസീത് ബാലകൻ ഉണ്ടായിരുന്നു. ഉണ്ട് അസ്തി ആസീത് ഉണ്ടായിരുന്നു. ഇനി ബാലകാഹ ആണെങ്കിലോ ഇവിടെ വാനരാഹ ആണ്. വൃദ്ധ വാനരാഹ. അപ്പോൾ വാനരാഹ എന്ന് പറയുമ്പോൾ എന്താകും അവിടെ ആസീതിന് പകരം ആസൻ. നമ്മൾ കണ്ടു പ്രഥമ പുരുഷന്റെ ബഹുവചനത്തിൽ ന വരുന്നു. അതേപോലെ ഇവിടെയും ആസൻ വാനരാഹ ആസൻ ഉണ്ടായിരുന്നു. വൃദ്ധ ഏകം ഉപായം അകരോത്. വൃദ്ധ വൃദ്ധൻ ഏകം ഉപായം ഒരു ഉപായം അകരോത് ചെയ്തു. അകരോത് കരോതി അകരോത്. സഹ പാഷാണഖണ്ഡാൻ സ്വീകൃത്യ ഉപരി അക്ഷിപത്. സഹ ആര് ആ വൃദ്ധൻ പാഷാണഖണ്ഡാൻ പാഷാണഖണ്ഡങ്ങൾ കല്ല് കഷ്ണങ്ങളെ സ്വീകൃത്യ എടുത്തിട്ട് സ്വീകൃത്യ എടുത്തിട്ട് സ്വീകരോതി സ്വീകൃത്യ രണ്ടിനും വ്യത്യാസമുണ്ട്. സ്വീകരോതി സ്വീകരിക്കുന്നു വർത്തമാനകാലം. ഇത് പൂർണ്ണ ക്രിയയാണ്. ബാലകൻ പുസ്തകം സ്വീകരിക്കുന്നു. കഴിഞ്ഞു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം നമുക്ക്. ബാലകഃ പുസ്തകം സ്വീകൃത്യ ധാവതി. പുസ്തകം എടുത്തിട്ട് ഓടുന്നു. ധാവതി ഓടുന്നു. അപ്പൊ സ്വീകൃത്യ സ്വീകരിച്ചിട്ട് ഇത് ഒരു അപൂർണ ക്രിയയാണ്. ഇത് പൂർണ്ണ ക്രിയ സ്വീകൃത്യ. ഇപ്പം എന്ത് ചെയ്യുന്നു? സ്വീകൃത്യ സഹ പാഷാണഖണ്ഡാൻ സ്വീകൃത്യ ഉപരി മുകളിൽ അക്ഷിപത് എറിഞ്ഞു. അക്ഷിപത് ക്ഷിപതി എറിയുന്നു. അക്ഷിപത് എറിഞ്ഞു. അക്ഷിപത്. വാനരാഹ കുപിതാഹ അഭവൻ. നമ്മൾ അഭവത് എന്ന് കണ്ടുവല്ലോ. അഭവത് ഏകവചനം. അപ്പം അതിൻ്റെ ബഹുവചനം എന്താണ്? ഇവിടെ എഴുതാം ഞാൻ. അഭവൻ. എന്തുകൊണ്ട് അഭവൻ വന്നു? വാനരാഹ ആയതുകൊണ്ട്. വാനരാഹ എങ്ങനെയായി ഭവിച്ചു? കുപിതാഹ. കുപിതാഹ കോപമുള്ളവരായി കുപിതന്മാരായി. കുപിതാഹ അഭവൻ. എന്ത് ചെയ്തു അവര്? തേ അവര് തേ ഫലാനി പഴങ്ങളെ എന്ത് ചെയ്തു? അക്ഷിപൻ എറിഞ്ഞു. പഴങ്ങളെ അക്ഷിപൻ. അക്ഷിപത് നമ്മൾ കണ്ടു വൃദ്ധൻ ഒരാളായതുകൊണ്ട്. ഇവിടെ വാനരന്മാരായതുകൊണ്ട് അക്ഷിപൻ എറിഞ്ഞു. പഴങ്ങൾ എറിഞ്ഞു. വൃദ്ധ താനി ഫലാനി സ്വീകൃത്യ സന്തോഷേണ അഖാദത്. അപ്പോൾ വൃദ്ധൻ എന്ത് ചെയ്തു? വൃദ്ധ താനി ഫലാനി ആ പഴങ്ങളെ സ്വീകൃത്യ സ്വീകരിച്ചിട്ട് സന്തോഷേണ സന്തോഷം കൊണ്ട് അഖാദത് കഴിച്ചു. അഖാദത്. കഴിച്ചു. ഇതെല്ലാം നമുക്കറിയുന്ന കഥയാണല്ലോ അല്ലേ? സിമ്പിളായിട്ടുള്ള കഥ. ഇപ്പോൾ ഭൂതകാലത്തിൽ പ്രയോഗം വെച്ചിട്ട് ഒരു കുഞ്ഞു കഥ. ഇപ്പോൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.